ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നല്ല, കുറച്ച് തിരക്കിലായി പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നിർത്താണ്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വൈകുന്നേരം ചായക്ക് ബ്രെഡ് വാട്ടിയിട്ടുണ്ടായിരുന്നു, എരിട്ടിട്ട്. നമ്മളവിടെ ബ്രെഡ് വാട്ടാന്നാണ് പറയുക, അതാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇത് മധുരട്ടിട്ടും എരിട്ടിട്ടും വാട്ടും. ഞാനിപ്പം എരിട്ടിട്ടാണ് കേട്ടോ വാട്ടുന്നത്. എപ്പോഴും ഇവിടെ ബ്രെഡ് വാങ്ങിയാൽ ഡേറ്റ് കഴിഞ്ഞിട്ട് കളയാ ചെയ്യില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു സാധനം ഉണ്ടാക്കുക, അതാകുമ്പോൾ ബ്രെഡ് കാലിയാവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി വലിയ ഉള്ളി കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഇതാക്കും. അപ്പം വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനോണ്ടാണ് ചെറുതാക്കി കട്ട് ചെയ്തത്. അപ്പം പകുതി വലിയുള്ളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അടിയണ്ട, ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പിട്ടെടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ പീസ് ബട്ടറും പിന്നെ ബാക്കി ഞാൻ ഓയിലായിട്ട് ഒഴിക്കുന്നത്. ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഈ ബ്രെഡ് മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയിട്ട് ചുട്ടെടുക്കണം. ഇത് മധുരട്ടിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ കോഴിമുട്ട മിക്സിയുടെ ജാറിൽ അടിച്ചപ്പം പഞ്ചസാര ഏലക്കായും ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഈ എരിവുള്ളത് ചെയ്യുന്നത് പോലെ തന്നെ ബ്രെഡ് ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുത്താൽ മതി. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്രെഡ് ഈ മിക്സിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് നല്ലോണം വറ്റുന്ന വരെ സിമ്മിലിട്ടിട്ട് കാത്തിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വറ്റാത്ത പോലെ തോന്നും. ഇനി ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കണ് ക്ലോത്തിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് മോസം ഫാഷൻ ടൈപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ആ പേരിൽ നമ്മളെ ചാനൽ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അതിൽ നമ്മളിപ്പം കറൻ്റ്ലി നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയത് തന്നെ നമുക്ക് മാഷാ അല്ലാഹ് ഓർഡേഴ്സൊക്കെ പെട്ടെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാൻ വിചാരിച്ചു. കാരണം നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡേഴ്സൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഓഫറും പിന്നെ അതുപോലെ ഗിവ് അവേ ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയി ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നല്ല കോഡ് സെറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഓരോ തിരക്കിലായിരുന്നു, അതാണ് വീഡിയോസ് കറക്റ്റ് എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ അതാ ഞാൻ ഓരോരോ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ബ്രെഡ് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആക്കുന്നതിന് മുന്നേ തന്നെ ചിലവർ കട്ട് ചെയ്യും, പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ ആക്കുമ്പം നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയെടുക്കുമ്പോഴത്തേന് അത് ചെറുങ്ങനൊന്നും പൊടിഞ്ഞു പോകും. അപ്പോൾ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയി കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് കൂടെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഉള്ളിലുള്ളത് വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടിട്ട് കളർ നല്ലോണം മാറ്റിയെടുക്കണേ. അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ ബ്രെഡ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യുക. നമ്മൾ ബട്ടറും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഓരോ ബ്രെഡ് പൊരിച്ച് കൊടുത്തതിന് ശേഷം പാനിൽ എണ്ണ കുറവാக തോന്നുമ്പോൾ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചില വീഡിയോസിൽ ചില ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ബട്ടർ ഇട്ട് കൊടുക്കണേ. എണ്ണ ബ്രെഡ് പിടിക്കല്ലോ വേഗം, അപ്പോൾ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണിത്. എനിക്ക് മധുരട്ട് ആക്കുന്നതിനെക്കാട്ട് ഇഷ്ടം ഈ ഒരു എരിട്ടാക്കുന്നതിനാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കാരണം എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ഒപ്പരം ഇരുന്ന് ചായ കുടിക്കാൻ പോവാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ മുകളിൽ കുറേ കടലാസ് ചെടി സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് വാട്ടി ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ അയച്ചു വരാം. ബായ്.